നമ്മൾ വാർ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് വാർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കാര്യം വാർ അല്ല ആക്ച്വലി നടക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് ചാനൽ വഴിയും പല മീഡിയം വഴിയും ഒക്കെ. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഏതാണ്ട് 6.25 ലക്ഷം കോടി, 6.81 lakh crores ആണ് ഇന്ത്യയുടെ 2025-26 ഡിഫൻസ് ബഡ്ജറ്റ്. അതായത് ടോട്ടൽ നമ്മുടെ GDP-യുടെ 1.9% മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയാം. അപ്പോൾ അലൊക്കേഷൻ ഒരു 2% താഴെയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന അലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എല്ലാം എടുക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും റിസോഴ്സും എല്ലാം ഉണ്ട്. അപ്പം ഈ നെയ്ബറായിട്ടുള്ള ഏറ്റവും കപ്പാസിറ്റി കുറഞ്ഞ ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യം, അവിടെ ഒരു R&Dയോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റോ ഒന്നും ചെയ്യാൻ പറ്റാതെ ആരൊക്കെ കൊടുത്ത് കുറച്ച് തട്ടിക്കൂട്ട് സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് കിട്ടുന്ന IMF ഉൾപ്പെടെയുള്ള സ്ഥലത്തുനിന്ന് കിട്ടുന്ന ദാരിദ്ര്യ ഫണ്ട് വെച്ചിട്ട്, അതായത് ഇതുപോലെ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഇരന്ന് മേടിക്കുന്ന പൈസ വെച്ചിട്ടൊക്കെയാണ് കടം മേടിക്കുന്ന അല്ലെങ്കിൽ ഇരന്ന് മേടിക്കുന്ന പൈസ വെച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ അറ്റാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ അവൻ ചെയ്യുന്ന പോലെ, അതായത് ഈ പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ഒരു ടെററിസം പ്രൊമോട്ട് ചെയ്യുക അല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പറയാം ഇന്ത്യയുടെ എക്കോണമി ഗ്രോ ചെയ്യുക, ആൾക്കാരുടെ ജീവിത നിലവാരം കൂടുക, ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിലവാരം ഉയരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യണം. പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് കൊണ്ടുവരണം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇതുപോലത്തെ വാർ സിറ്റുവേഷൻസൊക്കെ അതിൽ നിന്നൊക്കെ കഴിയുന്നത് അകന്ന് നിൽക്കുക. പലപ്പോഴും എനിക്ക് ഇന്നത്തെ ദിവസം ഒരു വോയിസ് മെസ്സേജ് ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു തന്നു. നമ്മുടെ ഒരു ക്ലയൻറ്റാണ്. അപ്പം പുള്ളിക്കും ഒരു വിഷമം പോലെ പറയുന്നുണ്ട്, അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ല, അവർ നമ്മളെ അടി കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എന്താണ്, ആർമി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും പാടില്ല. നമ്മൾ എന്താണോ നമ്മുടെ രാജ്യത്തിൻ്റെ ലീഡേഴ്സ് ചെയ്യുന്ന, അതിലെ അതോറിറ്റീസ് ചെയ്യുന്നത്, ആർമി ചെയ്യുന്നത്, അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അല്ലാതെ നമുക്ക് വേറെ റോളൊന്നുമില്ല. നമ്മൾ ആ മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏത് സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു സമയം പറയാൻ പറ്റില്ല. അത് ലിക്വിഡിറ്റി അനുസരിച്ച് നമുക്ക് ഓരോ സമയത്തും ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരാം. ആ ഓപ്പർച്യൂണിറ്റീസ് ടൈമിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് ഈക്വിറ്റി ബൈ ചെയ്തിട്ടാവാം, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ള ട്രേഡുകൾ, ആ ഓരോ സമയത്തും വരുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഇഷ്യൂസിൻ്റെ ബേസിസിൽ വരുന്ന ആ ഫ്ലക്ച്വേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡെറിവേറ്റീവ്സ് ടൂൾസ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഹെഡ്ജിങ് ടൂളായിട്ട് മാത്രമാണ്. അതിന് ട്രേഡ് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള രീതിയിലാണ് പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർ കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം അതിനകത്തൊരു ട്രേഡ് ചെയ്യാൻ പറ്റും ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ, അല്ലാതെ ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി അതൊരു ഹെഡ്ജിങ് ടൂൾ മാത്രമാണ്. അപ്പം ഫ്യൂച്ചറിൽ വരുന്ന നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് പോലത്തെ ഒരു സാധനമാണ് ഡെറിവേറ്റീവ്സും. അല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നൊരു സാധനമല്ല. അപ്പം ലോകത്ത് പലയിടത്തും ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും ആൾക്കാർ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാശ് കളയുന്നതാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ സെബിയുടെ തന്നെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 90% ആൾക്കാരും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ചെയ്തിട്ട് റീറ്റെയിൽ സെഗ്മെൻറ്റിലെ ആൾക്കാർ കാശ് കളയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു ശരിയായൊരു ബോധ്യമില്ലാതെ, ഒരു അവെയർനെസ് ഇല്ലാതെ തന്നെത്താനെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രേഡിങ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എല്ലാം എടുത്തിട്ട് ഒരു മിനിമം ഫണ്ട് വെച്ചിട്ട് ഒരു ട്രയലൊക്കെ ചെയ്ത് നോക്കാം. 100 രൂപ വെച്ചിട്ടും ചെയ്യാൻ പറ്റും നമുക്കൊരു ട്രേഡ്. 500 രൂപ വെച്ചിട്ടും ചെയ്യാം. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു 2-3 ട്രേഡുകളൊക്കെ ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സിൽ പറ്റും. ഓപ്ഷൻസിൽ എസ്പെഷ്യലി, ഫ്യൂച്ചേഴ്സിൽ പറ്റില്ല. അപ്പം അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ പ്രൈസ് ഡിസ്കൗണ്ട് ആയി പോകുന്നത്, അല്ലെങ്കിൽ വാല്യൂ മെൽറ്റായി പോകുന്നത്, പ്രീമിയം ഇറങ്ങിപ്പോകുന്നത്, അതെന്തൊക്കെ പാറ്റേൺസാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്, എത്ര സമയം വരെ ഇതിങ്ങനെ മെൽറ്റായി പോകും, എവിടെ നിന്ന് റിക്കവറി. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും 100% ഒരു പ്രഡിക്ഷൻ നടത്തുകയോ സക്സസ് റേഷ്യോ പറയുക ആർക്കും പറ്റത്തില്ല.
കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു 1 വീക്കിനിടെ, അതായത് 2025 മെയ്യിൽ സെക്കൻഡ് വീക്കിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ പാകിസ്ഥാനായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സീസ് ഫയർ പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം പിന്നെയും അവരവിടെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ കേട്ടുകേൾവി അല്ലെങ്കിൽ അവിടെ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ബേസിലാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ന്യൂസ് കാണുന്നതാണ്, അല്ലാതെ ആർമി പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം വെച്ചിട്ടല്ല. അതിപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിനെ ഡിഫെൻഡ് ചെയ്ത് മെഷേഴ്സ് എല്ലാം നോക്കുക എന്നുള്ളതാണല്ലോ പ്രൈമറി സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പം ഡെറിവേറ്റീവ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഈ സമയത്ത് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറേ ഉള്ളത് കൊണ്ടും റിവാർഡ് കൂടുതൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഒത്തിരി ആൾക്കാർ അതിനെ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഗൈഡൻസ് എടുക്കുക, ഈ പറഞ്ഞ മെഷേഴ്സ് എല്ലാം നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് പോലത്തെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് 3 രൂപ വന്ന ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ്, ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ്, അതിൻ്റെ പ്രീമിയം 3 രൂപ വന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് 90 രൂപയിൽ നിൽക്കുക. ആലോചിച്ച് നോക്കണം, 3 രൂപയുടെ പ്രീമിയം ഉണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് 3 രൂപയിൽ നിന്ന് 90 രൂപയിലെത്തി. എത്ര ശതമാനം, എത്ര ടൈംസ് അത് കൂടി നോക്കാം. മണിക്കൂറുകൾ കൊണ്ടാണ്, ലെസ് ദാൻ 1 ഹവറാണ് ഈ പ്രൈസ് ഇൻക്രീസ് വന്നേക്കുന്നത്. അതേപോലെ തിരിച്ച് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അത് 90 നിന്ന് പിന്നെയും ഒരു 15-20 രൂപയിലേക്ക് വീണു. അവിടുന്ന് പിന്നെയും 60 രൂപയിലേക്ക് കയറി. അങ്ങനെ വൈൽഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാറുണ്ട് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ള പല, എസ്പെഷ്യലി ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് റിപ്പീറ്റ് പറയാൻ കാര്യം, കൂടുതൽ വ്യൂവേഴ്സും ഈ വന്നിട്ടുള്ള നമുക്ക് ഓപ്ഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കാണട്ടെ, ആ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇക്വിറ്റി സെഗ്മെൻറ്റ് പറയുന്നത് കേൾക്കുമ്പം പലർക്കും വലിയ താല്പര്യമില്ലാത്ത പോലെ, അപ്പോൾ അവർ തള്ളി മറിക്കുന്ന വീഡിയോസിൻ്റെ പുറകേക്കാണ് പോകുന്നത്. അപ്പം ഭയങ്കര സംഭവം എന്നൊക്കെ പറയും. നാട്ടുകാരുടെ പൈസ വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യും, എന്നിട്ട് വലിയ വണ്ടി മേടിച്ചു എന്ന് പറയുന്നുണ്ട്, അവരെ തന്നെ കണ്ട് കാണിക്കും. അപ്പോൾ കാശ് പോയാൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അവർക്കില്ല. അതുകൊണ്ട് അവരാണ് റിവാർഡ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. അങ്ങനത്തെ തള്ളിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അത് ഈ കോവിഡ് സമയത്ത് വന്നിട്ടുള്ള ആ തള്ളന്മാർ ഇപ്പോഴും മാർക്കറ്റിൽ കൂടുതലായിട്ടുണ്ട്. നേരത്തെ 2-3 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 100-ലധികം ആൾക്കാർ ഉണ്ട്. നമ്മൾ ആ ഗ്രൂപ്പിലില്ല. കാര്യം നമുക്ക് അതല്ല ഒരു റവന്യൂ, അവരുടെ റവന്യൂ അതിൽ നിന്നാണ്, നമ്മുടെ റവന്യൂ അതിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഇൻഫ്ലുവൻസിൻ്റെ പുറകെ പോവാതെ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു അനാലിസിസോടെ നടത്തിയതിന് ശേഷം നിങ്ങൾക്കത് വാല്യൂ ഉണ്ട്, റിയലി അങ്ങനെ ഒരു വാല്യൂവിലാണ് നിൽക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ, വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക. അപ്പോൾ എടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് മെഷേഴ്സ് എല്ലാം എടുത്തിട്ട് വളരെ കൂളായിട്ട് അവിടെ നിൽക്കുക. മിനിമം റിസ്കിൽ ട്രേഡുകൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ വാർ സിറ്റുവേഷനിൽ ഒത്തിരി ഓപ്ഷൻസിൽ ട്രേഡുകൾ ചെയ്യാനുള്ള ചാൻസ് കിട്ടും. ഡെറിവേറ്റീവ്സിൽ ഈ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, അപ്പം ഈ സ്റ്റോക്സിലും നമുക്ക് ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് അല്ലാതെ ഇക്വിറ്റിയിൽ തന്നെ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ പോയി L&Tയുടെയോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിലൊക്കെ ചിലപ്പം സെല്ല് ചെയ്യാൻ അന്നത്തെ ദിവസം ഇറങ്ങണമെന്നില്ല, കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റോക്കിൽ ചെയ്യണം, ഏത് സെഗ്മെൻറ്റിൽ ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ IT, ഓട്ടോമൊബൈൽ കമ്പനികൾ, ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ കയറുകയാണ് ചെയ്തത്. മാർക്കറ്റിൽ എന്ത് കണ്ടീഷനിലും ഡിഫൻസീവായിട്ട് മുകളിലേക്ക് തന്നെ കയറി പോകുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വില കഴിഞ്ഞ ആഴ്ച ഇറങ്ങി നിന്ന് ഈ ആഴ്ച കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറാനുള്ള ട്രൈ നടത്തുന്നുണ്ട്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഒത്തിരി വെഹിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. L&T ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഒത്തിരി പ്രോജക്റ്റുകളും കോൺട്രാക്ട്സ് ഉണ്ട്. ഐഡിയ ഫോർച്യൂണർ കമ്പനി, അപ്പോൾ അതിനകത്ത് ഈ പറയാൻ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനികൾ സെലക്റ്റീവായിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഓരോ സീസണിലും ഏത് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം സ്വയം തീരുമാനിക്കാനോട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഗൈഡൻസ് എടുത്തിട്ട് അതിൻ്റെ ബേസിൽ ചെയ്യുക. അപ്പോൾ ഡെറിവേറ്റീവ്സിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഹ്യൂജാണ്, അതിനുള്ള റിസ്ക്കും ഹ്യൂജാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുക. കോവിഡ് സമയത്താണെങ്കിലും വാർ സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് സിറ്റുവേഷനിലും ഡെറിവേറ്റീവ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്.